തോറ്റു തുന്നം പാടണം. ആരെങ്കിലും ഒരാൾ കുത്തുവാള എടുത്ത് പറയുമ്പോൾ ഉറപ്പം നിർത്താം. ഗെയിമൊക്കെ കളിച്ച് ആകെ അവശരായിരിക്കുകയാണ്. ഇതിന് ജയിച്ചത് അതാ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് മേടിച്ചത്. ബുദ്ധിമതിയായിട്ടാണ് കളിച്ചിരിക്കുന്നത്. ഇവളാണ് സെക്കൻഡ് വിന്നർ. തേർഡ് വിന്നർ വൈകിയാണ്. ആകെ വിഷമത്തിലാണ്. ആൻഡ് ദ ഫോർത്ത് വിന്നർ എത്ര ഇതായാലും ഒരു കൂസലില്ലാതെ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത എന്താണ് കളിക്കാൻ പോകുന്നത് ഗൈസ്? ആ പാട്ട് വെച്ച് കളിക്കാൻ. കറക്റ്റ്. അന്താക്ഷരി അല്ല, പിന്നെ എന്താണ് പാട്ടെന്ന് പറയുന്നത്? ഓ അങ്ങനെ. അങ്ങനെ. ഓക്കെ, അപ്പം നമ്മൾ അതാണ് ഇനി കളിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്താ ഈ രാത്രി കാണിക്കുന്നത്? ഇതാണ് സ്ലീപ്പ് ഓവർ എന്നാണ് പറയുന്നത് ഇതിന്. അപ്പൊ അതാണ് ഞങ്ങൾ. അന്നാ നീ പറ, അന്ന് പറയൂ, നീ പറ എന്താണ് ഈ സ്ലീപ്പ് ഓവർ? പറ, പറ. പറയൂ. സ്ലീപ്പ് ഓവറോ? സ്ലീപ്പ് ഓവർ എന്നൊക്കെയുള്ള പേര് ഇപ്പോഴേ വന്നു. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി അവിടെ വല്ലതൊക്കെ കളിച്ച് ഉറങ്ങിയല്ല. അത് നമ്മൾ ഉറങ്ങത്തില്ല, എങ്ങനെയെങ്കിലും ഒക്കെ വെളുപ്പിക്കും. അതാണ് കഥ. സ്ലീപ്പ് ഓവർ എന്ന് പറയുന്നത്. അത് ചുമ്മാ. ഓക്കെ, അപ്പൊ അതാ തുടങ്ങാം നമുക്ക് കളി. ആരാ ഫസ്റ്റ്? ടീം. നീ ശ്രീ ഒരു ടീമും രണ്ട് പൊട്ടിയോളാ. ഓ ഞങ്ങൾക്ക് നിങ്ങൾ ബ്ലാക്ക് പിങ്ക് ഒന്നും കൊണ്ടുവരരുത്. ഒരു ടീമാണ്, നിങ്ങൾ രണ്ടുപേരും ഒരു ടീം. അപ്പം അവൻ നോട്ട് കൗണ്ടഡ്. ഓക്കെ, ഞാനും ഇവരുടെ ടീമിലാണ്, പക്ഷെ എന്നെ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം ശ്രേയ നിങ്ങളൊരു പാട്ട് ആക്ഷൻ കാണിക്കും, ഇവരത് പറയണം. ഓക്കെ? ആ പിന്നെ എങ്ങനെയാ? നിങ്ങളൊരു പാട്ടിന്റെ ആക്ഷൻ. അപ്പൊ നിങ്ങളൊരു ആക്ഷൻ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പാട്ട് ആക്ഷൻ കാണിക്കുക, ഇവരത് പറയണം. ഓക്കെ. നിനക്ക് ഫ്രഞ്ച് ഒക്കെ അറിയോ? ഇതിന് മലയാളം മതി. മലയാളം ഞങ്ങൾ മലയാളികളാ. ഇവര് ന്യൂജൻ ആൾക്കാർക്ക് വരും ബ്ലാക്ക് പിങ്കില്. ഓക്കെ, കം ഓൺ. എങ്ങനെങ്കിലും കണ്ണു തുറക്കൂ. മിഴി, കണ്ണ്, നോട്ടം, പാർവൈ. ഞാൻ മിഴി തുറന്നു നോക്കി. മിഴി, ഞാൻ മിഴി, ഞാൻ കണ്ണും തമ്മിൽ കണ്ണും കഥകൾ കൈമാറും അനുരാഗമേ. പറ. കണ്ണും മിഴി തുറന്നു നോക്കി എന്നെ. മോഹൻലാലാ? അല്ല, മമ്മൂട്ടി. മോഹൻലാലാ? മോഹൻലാലിന്റെ പാട്ട്. എന്തോ? കണ്ണും തമ്മിൽ. ഞാൻ കണ്ണെഴുതി പൊട്ടു തൊട്ട്. മിഴി രണ്ടും കണ്ണു തുറ. നന്റെ വേണ്ടി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ കണ്ണ് അല്ല നിക്ക. ഏത് സിനിമയാണെങ്കിലും ഒന്ന് പറയുക. അത് തന്നെ ഞാൻ ഓമനപ്പുഴയൊക്കെ പറഞ്ഞു തന്നില്ലേ? ഏതാ? രാവണപ്രഭു. രാമന്റെ, കൃഷ്ണന്റെ, പാണ്ഡവന്മാര്. പാണ്ഡവരുടെ ഏതാണ്? അർജുനന്റെ മകനോ? അയ്യോ, അർജുനന്റെ മകനാര്? അഭിമന്യുവിന്റെ പാട്ടോ? എന്തായിരുന്നു? ഞാൻ ഞാനും മിഴിന്റെ മുന്നിലുണ്ടോ? എന്റെ ഹോപ്പ്ലെസ് വെരി ബാഡ്.
സുന്ദരിയേ വാ വെണ്ണിലവേ വാ. 19 അതൊന്നും എപ്പോ- ഓ 2019. ഓക്കെ 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 സോറി. എടി ഓളും ഭരതനാട്യം പഠിച്ചാളാ. ഏ ഏ പാട്ട് മറന്നിട്ടുണ്ട്. അങ്ങനെ ഇതാക്കരുത്. ആ സിനിമ പറഞ്ഞാ ആൽബം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് പാട്ടാ നീ പാടാൻ പോയി? ഞാനൊരു വീഡിയോയില് കണ്ടതാ ഇങ്ങനെ കാണിക്കണത്. അടിപൊളി. ഇങ്ങനത്തെ വല്ലതും വീട്ടിലിരിപ്പുണ്ടോ ഇനിയും? അല്ല അമ്മയുടെ മോളല്ല. അതാ ഞാൻ പറഞ്ഞത്. ഹർഷേ എന്തൊരു ഇതിലായിരുന്നടി 2019 ആൽബം സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചീറ്റി പോയല്ലോ ഇത്. സാരമില്ല, തളരരുത് രാമൻകുട്ടി. അല്ല നിന്റെ ടീം മെമ്പേഴ്സിനോട് പറയാം എന്തോ പാട്ടെന്ന്. വാൽ കണ്ണെഴുതി മോനിതാ പോയി നീ സമയത്തൊന്നുമില്ലല്ലോ നീ. മോനിത് എഴുതി വെച്ചിരിക്കണു. ഇത് നാണമുണ്ടോ? അഭിനയിക്കാൻ പോലുള്ള സമയമില്ല. നീ വാലെഴുതുന്നു. ആകാശം, വേറെ മേഘം. വാനം, അങ്ങ് വാനം ചോട്ടില് അങ്ങ് വാനം, അങ്ങ് വാനത്തോട്ടില് താരരാര. ലിറിക്സ് കറക്റ്റ് വേണം. ഹലോ ഞങ്ങൾ ഗസ് ചെയ്ത് പാട് കറക്റ്റ് അല്ലേ? കൂട്ടില്ല. അങ്ങകന്ന് നാനന താരരാര. ഞാൻ കണ്ണ്, എന്റെ കണ്ണ്, എന്റെ മിഴി, മിഴി. എന്റെ മിഴി മോനെ കണ്ട് എന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ. അതല്ലെന്ന് കൊച്ചു കാണിക്കുന്നത്. എന്റെ മിഴി, എന്റെ കണ്ണ്, കണ്ണ്, എന്റെ കണ്ണിൽ ഉള്ളിൽ, എന്റെ കണ്ണിൽ ഉള്ളിൽ. എന്റെ കണ്ണ്, എന്റെ കണ്ണ്. നിങ്ങളൊന്ന് സമയം കൊടുക്കുക. അവള് അഭിനയിക്കട്ടെ. ഇത് ചിരിക്കാണ്. എന്റെ എന്റെ കണ്ണാണ് നീ. ആ, കണ്ണ്, മിഴി, കണ്ണുകൾ, നേത്രം, എന്റെ കണ്ണ്, മിഴി, കണ്ണ്, കണ്ണ് കറക്റ്റ് ആണോ? എന്റെ എന്റെ കണ്ണ്. ഓക്കെ, അത് അവിടെ നിർത്താൻ. സരി വെച്ചോ. നീ, നീ, എന്റെ ശ്രേയ നീ എനിക്കൊന്ന് കാണിച്ചതാ. എന്റെ കണ്ണ് നീ. എന്റെ കണ്ണ് നീയോ? മനസ്സിലായോ? പാട്ടറിയത്തില്ല. അറിയില്ല. ലേസർ. ഇതൊക്കെ ഉണ്ട്. എന്റെ കണ്ണ് ദാനം തരാന്നോ? നിങ്ങൾ ഈ സിനിമ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്റെ കണ്ണ് നീയാണ്. അല്ല അതല്ല പറഞ്ഞത്. എന്റെ കൽബിലെ നെഞ്ചി. എന്റെ കണ്ണ് നീ, എന്റെ കണ്ണ് നീ. പറഞ്ഞോളൂ. പറയട്ടെ, ടൈമോട്ടെ. ബാംഗ്ലൂരുടെ സിനിമ ആരെ കണ്ടിട്ടുണ്ട്? ഞങ്ങളൊക്കെ തന്നെ. അല്ല, എന്റെ കണ്ണിൽ നിനക്കായ ഒരു കേസ് അപ്ലൈ. ഓ എന്റെ കണ്ണിൽ കനവായി നീ മിഴി സ്വപ്നം അങ്ങനെ ഒരു പാട്ടല്ലേ? എന്തായാലും അവിടെ നസ്രിയ പാടിയതല്ലേ? എന്റെ കണ്ണ് സോറി ഞങ്ങൾക്ക് അങ്ങനെ. ഞാൻ കണ്ണിൽ ആ ഞങ്ങൾക്ക് കാണേണ്ട നീ നിൽക്കേണ്ട നീ. സോറി ഞങ്ങൾക്ക് കിട്ടുന്നതൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് അശ്വമേധമാണ്. അശ്വമേധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിന് വരും ഞാൻ യെസ് ഓർ നോ മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, 20 ചാൻസസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇല്ല. ഞങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ട് 20 ഞങ്ങൾ questions. എന്താ കളിക്കുക? അല്ലേ? Guess the person. ആ, അതെ. Guess the person saying അതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒരു കളിയിലേക്ക് പോവാം. സ്റ്റോപ്പ്. Come on, draw. അപ്പോൾ നമ്മൾ കളിക്കാൻ പോവാണ്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ യെസ് ഓർ നോ ആൻസർ പറയും. ഓക്കെ, തുടങ്ങിക്കും. മെയിൽ ആണോ? നോ. ആ, ഇപ്പൊ മാറ്റിയോ. മലയാളിയാണോ? യെസ്. ഫീമെയിൽ മലയാളി. Actress ആണോ? നോ. വല്ല സെലിബ്രിറ്റി ആണോ? നോ. ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ആരെങ്കിലും ആണോ? യെസ്. 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ചുമ്മാ കയറി പറയണ്ട. മലയാളി, നോൺ സെലിബ്രിറ്റി. നോ. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. നോ. ഞാൻ വിചാരിക്കും. ഈ പറയുന്ന വ്യക്തി താങ്കളായിട്ട് ബന്ധമുണ്ടോ? യെസ്. താങ്കളെ ജനിപ്പിച്ചാണോ? Yes. The answer is correct. എന്റെ അമ്മയാണ്. ഇനി അടുത്ത അമ്മുവാണ്. അമ്മ അല്ല answer ഉള്ളത്. ഇനി അവളാണ്. ഇനി അമ്മ ഒരാളെ മനസ്സിൽ ഞങ്ങൾ അവിടെ പോയി പറയും. വിചാരിച്ചോ? ഉറപ്പല്ലേ? Working. Alive? 3 ആയ സെലിബ്രിറ്റി From film industry? A kind of associated with films.
അപ്പൊ 5. മലയാളി ചോദിച്ചോ? മലയാളിയാ? അസോസിയേറ്റഡ് വിത്ത് ഫിലിംസ് ആണോ? യങ് ആണോ ആള്? മലയാളിയല്ല. വിജയ് നീ എന്താണ് പറയുന്നത്? ഏത് വിജയ് മോളെ? ആക്ടറോ? തമിഴാണോ? 8. അയ്യോ No. അത് 20 ഹോളിവുഡ് ഫോറിൻ ഹോളിവുഡോ? No. ഇത് ബോളിവുഡ് ആണോ? അമിതാഭ് അങ്ങനെ ഗസ് ചെയ്ത് പോയി. അങ്ങനെയല്ല അദ്ദേഹം 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇതുവരെ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ഒരു തിരുത്തുണ്ട്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞപ്പോ ഈസ് എ സെലിബ്രിറ്റി. പക്ഷെ മൂവീസിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ ചോദിച്ചില്ല. ബട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓൾ. മീൻസ് പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ പ്രോബബ്ലി. സംവിധാനം സംവിധാനം ഇല്ല. ബംഗാളിയാണോ? അല്ല. ബംഗാളി 11 ആയി. അസോസിയേറ്റഡ് വിത്ത് ഫിലിം. അതിൽ തന്നെ നിൽക്കണ വേറെ എന്തെങ്കിലും ചോദിക്കേ. മാരീഡ് ആണോ? 12. അമ്മ എങ്ങോട്ട് വാ? അമ്മ എങ്ങോട്ട് പോകുന്നു? 12 ക്വസ്റ്റ്യൻസ് ആയി. ശരി, അസോസിയേറ്റഡ് വിത്ത് മൂവീസ് വിട്. വേറെ എന്തെങ്കിലും ചോദിക്കും. ആ ക്വസ്റ്റ്യൻ കട്ടായി. പാട്ടുകാരനാണോ? അല്ല. ക്രിക്കറ്റ് സ്പോർട്സ് IPL ആയിട്ട് കണക്ഷൻ ഉണ്ടോ? 13 ക്വസ്റ്റ്യൻസ് ആയി. അവന്റെ പേരിൽ ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. 14. സ്പോർട്സ് ആണല്ലേ? ആ. ക്രിക്കറ്റ് ആണോ? അപ്പൊ എങ്ങനെ ഇത് കൺസിഡർ ചെയ്യണോ ഈ ക്വസ്റ്റിന്? 15. ഇനി 5 ക്വസ്റ്റ്യൻസ്. വളരെ യങ് ഏജിൽ ക്രിക്കറ്റിലേക്ക് വന്ന ആളാണോ? അതെ. അപ്പൊ 16. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അയാളെക്കാട്ടി മൂത്തതാണോ? സച്ചിൻ ടെണ്ടുൽക്കർ. അവരുടെ പേര് ഫിലിം ഇറങ്ങിയിട്ടില്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ ബുക്കേ ഉള്ളൂ. അവന്റെ പേര് ബുക്കാണുള്ളത്. വ്യൂവേഴ്സ് നിങ്ങൾ തപ്പിട്ട് പറയണം. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിൽ സിനിമ അപ്പൊ നെക്സ്റ്റ് വരാൻ വന്ന ശ്രേയാണ്. ശ്രേയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രേയ. ശ്രേയാണ് ശ്രേയാണ്. ശ്രേയാണ്. അവർക്ക് ശ്രേയാണോ ശ്രേയാണോ? അവിടെ ഇങ്ങോട്ട് വരിക. അവിടെ കാണണ്ടേ? അപ്പം മെയിൽ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചോ? മെയിൽ അല്ല. മലയാളി. 2. ഫിലിം ഇൻഡസ്ട്രി. നോൺ പേഴ്സൺ. സെലിബ്രിറ്റി ആണോ? അൺനോൺ പേഴ്സണാ? നമുക്കൊക്കെ അറിയാവോ? ഈ പറയുന്ന ആളെ ഞങ്ങൾക്കൊക്കെ അറിയാവോ? ഇവിടെ പ്രസന്റ് ആണോ ഇപ്പം? ഇല്ല. നേരം ആലോചിക്കുന്നല്ലോ. അല്ല. ചെറുതാണോ? യങ്ങർ ദാൻ യു? എൽഡർ ദാൻ Elder than you? നിന്റെ ബ്ലഡ് ആയിട്ട് വരുമോ? അമ്മയുടെ അമ്മയാണോ? നിന്റെ ബ്രദർ ആണോ? അമ്മയാണോ? അമ്മൂമ്മയാണോ? അമ്മേ കുറെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മ, അമ്മൂമ്മ. അമ്മയുടെ അമ്മ? അല്ലേ? അമ്മമ്മയല്ലേ? ആ, ഇത് മതി. ഈ അമ്മയാണോ? അപ്പൊ ഗൈസ് നെക്സ്റ്റ് വരാൻ വന്ന സുധ ചേച്ചിയാണ്. ചേച്ചി അമ്മയും അമ്മയും അമ്മാവനെയും വിളിക്കല്ലേ? ഞങ്ങളെ കുറച്ച് ട്രിക്കി ആക്കും. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. അമ്മൂമ്മയും അമ്മയും അയൽവക്കത്തെ ചേട്ടൻ. വൈകിയാണ് നെക്സ്റ്റ്. എല്ലാ ആൻസറും എന്താണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം? ഇല്ല. മെയിൽ നോ. സെലിബ്രിറ്റി. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഫേമസ് അല്ലേ? ആ ഇന്ന ഫീൽഡിൽ നിന്നല്ല. കുറെ താടി മുടിയുണ്ട്. മേലല്ലല്ലോ. ഫീമെയിൽ ക്വസ്റ്റ്യൻ മതി. സെലിബ്രിറ്റി ആണോ? മലയാളിയാണോ? ഓക്കെ. നോർത്ത് ഇന്ത്യൻ? ഓക്കെ. റൈറ്ററാ? മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്? 6 ക്വസ്റ്റ്യൻ. 5 ചേച്ചി 5. നീ എന്താ ചോദിച്ചേ? റൈറ്റർ റൈറ്റർ ആണോ? മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പാട്ടുകാരിയാ? അല്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻ സെലിബ്രിറ്റി മൂവീസ് അഭിനയിച്ചിട്ടുണ്ട്. ഫീമെയില്. പിന്നെന്താ സ്പോർട്സിൽ എന്തെങ്കിലും? അല്ല. ഇവിടെ ഇൻഫ്ലുവൻസർ ആണോ? 8. നോൺ പേഴ്സണാ? എല്ലാവർക്കും അറിയാം. റൈറ്ററും അല്ല, സ്പോർട്സ് പേഴ്സണും അല്ല, സെലിബ്രിറ്റി സിനിമയിലും അഭിനയിച്ചിട്ട് ഡാൻസറും അല്ല, മ്യൂസീഷ്യനും അല്ല. മാരീഡാ? ഞങ്ങൾക്കറിയാമോ? Currently in North India or South India? അല്ലല്ല, അവര് ഈ മിസ് വേൾഡ് കോമ്പറ്റീഷൻ ഒക്കെ ഇതിലൊന്നും ചേർന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഫേമസ് ആയത്? ഇൻഫ്ലുവൻസറും അല്ല. അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇൻഫ്ലുവൻസറും അല്ല. ആര്? വല്ല സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ വർക്കറാ? ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമല്ല. പിന്നെ ഏത് വകയാണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. സോഷ്യൽ വർക്കറും അല്ല, ഇൻഫ്ലുവൻസറും അല്ല. ഇനി വല്ല ഓൺടർപ്രണർ ആണോ? അല്ല. ബിസിനസ് ഒക്കെ അല്ല. നടത്തുന്ന? Then on what means is she famous? Only these many fields you know? ബാംഗ്ലൂരിലാ ഇപ്പൊ? അല്ല. ഇപ്പോഴും ബാംഗ്ലൂരിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 13 ആയ. ഒരു ക്ലൂ തരാം. She is no more. Oh my god. She is no more.
ലേറ്റസ്റ്റ് അതായത് അടുത്താണോ ധരിച്ചേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോട്ട് വെരി റീസെന്റ്, 5 years back. 5 years ഒക്കെ എല്ലാവർക്കും അറിയാം, പേര് പറഞ്ഞപ്പോൾ എല്ലാവരും കിട്ടും. പാട്ടുകാരിയല്ല. വികസിപ്പിക്കും നിങ്ങളുടെ അങ്ങനെ എന്താ പറയാ ആ സാധനങ്ങൾ. എന്റെ ബ്രെയിന് തലേന്ന് ഓടിയോണ്ട് സ്പോർട്സിലും ഇല്ല. എന്തിനാണ് ഇവിടെ ഈ ഒരു ചുറ്റുവട്ടം മാത്രം തിരയുന്നു? ഞാൻ പിന്നെ റോഡ് പോയി തരണോ? വേറെ നമ്മള് എന്തൊക്കെ ഫീൽഡിലെ പെണ്ണുങ്ങൾ എത്തിയിട്ടുണ്ട്? ആസ്ട്രോണോട്ട്. അല്ല എനിക്ക് ആസ്ട്രോണമിയിലേക്ക് പോയി. എന്റെ കുറേയായി, not 5 years. എത്രയായി? കുറേയായില്ല. നമ്മൾ സ്കൂളിൽ സ്കൂളൊക്കെ പഠിക്കുമ്പോഴേ പോയി. അപ്പൊ ഗൈസ് കൽപ്പന ചോളാണ്. നെക്സ്റ്റ് വന്നിട്ട് വൈഗ. ഇല്ല Why are you not involved in anything? കഴിഞ്ഞില്ല. ഏതെങ്കിലും ഇതുപോലെ കൊറിയൻ ആണോ? ഫിലിം ഫീൽഡ്, ഫേമസ് ആണോ? ഫിലിം സ്പോർട്സ്, ഫീൽഡിലല്ല. ഫിലിം ഫീൽഡിലല്ല. സ്പോർട്സ്, ഫിലിം ഫീൽഡിലും അല്ല, സ്പോർട്സിലും അല്ല. മലയാളിയാണോ? അല്ല. പൊളിറ്റിക്സാ? അയ്യേ, അതൊന്നും അറിയത്തില്ല. ഈ രാഷ്ട്രീയം, രാഷ്ട്രീയം, ഇവിടെ അതൊന്നും അറിയത്തില്ല. മ്യൂസിക്, ഞങ്ങൾക്കറിയാവോ? ഞങ്ങളിത് ക്വസ്റ്റ്യൻ ചോദിച്ചു. 80 questions of സയന്റിസ്റ്റാ? I got it already. ഫാദർ ഓഫ് ഇന്ത്യ, ഫാദർ ഓഫ് നേഷൻ ആയാലും അറിയപ്പെടുന്നത്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അല്ല മണി, ആൾ ജീവിച്ചിരിപ്പുണ്ടോ? കൊള്ളാം. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നീ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടോ അവരുടെ? അപ്പൊ ആ ഡിസൈൻ ചെയ്ത ആള് വെങ്കയ്യ. ഫ്ലാഗ് ഡിസൈൻ ചെയ്ത ആളാ? അയാളൊരു സയന്റിസ്റ്റും അല്ലായിരുന്നു അല്ലേ? അയാള് സയന്റിസ്റ്റും അല്ല. അവസാനം ഞങ്ങളങ്ങനെ പറഞ്ഞ പേരുണ്ടെങ്കിൽ ഞെടിയാൻ. ഇത് മറ്റേ പൊളിറ്റിക്കൽ അങ്ങനെ ഒന്നുമില്ല. സയൻസ് ഫീൽഡിലും ഇല്ല. ഇങ്ങനെ കണ്ടുപിടിച്ചത് ഇൻവെൻഷൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ഇൻവെൻഷൻ അല്ല, പൊളിറ്റിക്സും അല്ല. സയൻസ് സയൻസിലാണ്. അല്ല, ഇയാൾ ഫേമസ് ആണല്ലോ. ന്യൂട്ടൺ ആണോ? അല്ല, ഇയാൾ ഫേമസ് അല്ലേ? അയാൾ കമ്പ്യൂട്ടർ ഒക്കെ കണ്ടുപിടിച്ചാളാ, മൈക്രോസോഫ്റ്റ്. 17 ആയി മിണ്ടാതിരിക്കും. പക്ഷേ ഇനി 3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. Is he an Indian? ഇന്ത്യ അല്ലേ? ഇപ്പൊ സുധേന്റെ പറഞ്ഞത് ഞാൻ പറഞ്ഞു നീ എന്ത് പറഞ്ഞു? ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടത്തെ ഉണ്ടായിരുന്നില്ലേ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? സുധേന്റെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഇപ്പൊ ചോദിച്ചാ? അല്ല, ഇവിടെ ഇന്ന് ചോദിച്ച കൽപ്പന ചൗളയുടെ ആസ്ട്രോണമി. ആസ്ട്രോണമി ആ ഫീൽഡിലാ? നീൽ ആംസ്ട്രോങ്. ഫീമെയിൽ, No. മലയാളി. ട്രാൻസ്ജെൻഡർ ശരിയാ. എന്താ ചോദിച്ചേ? മലയാളിയാണോ? ആ. ഇത്ര ആലോചിക്കാം. ഫേമസ് ഫേമസ് ആണോ? No. ഞങ്ങൾക്ക് അറിയാവോ? നമുക്ക് അറിയുന്ന ആളാ? ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പൊ പറഞ്ഞ കാര്യം. ആ, yeah. ഫെമിലിയർ ആണ് ഇവിടെ ബാംഗ്ലൂർ. ആ, ഇവിടെ തന്നെ ഉള്ള ആളാണോ? മലയാളി പറഞ്ഞ മഹേഷ് ഏട്ടൻ. എന്നിട്ട് പോണേ. Exactly. Mr. Mahesh. ഞാൻ അടുത്ത നീ അപ്പനെ നിർത്തിക്കോളാം. ഇനി അടുത്തത് കൊണ്ടുവരുന്നെങ്കിൽ നോക്കിയോ. ഇവിടെ ബാംഗ്ലൂർ എനിക്ക് തോന്നി ഇവിടെ എന്തെങ്കിലും പാടുന്നു. ഇതെന്ത് വേണം? Male? ഫീമെയിൽ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ. എനിക്ക് മനസ്സിലായി. Big Boss വന്നിട്ടുണ്ടോ? ജാൻമണിയാ? എനിക്ക് മനസ്സിലായി. ജാൻമണി? അതെ. ജാൻമണി. കാരണം എന്താ അറിയോ, നിങ്ങളൊക്കെ മൂന്ന് പ്രാവശ്യം ഞാൻ ആളെ മറന്നൂന്ന്. മറന്നില്ല ഞങ്ങള്. Business ആരുടെ എനിക്ക് മനസ്സിലായി. പച്ചില എനിക്ക് പോയേ പറ്റൂ. എനിക്ക് അത് അല്ല, ബിസിനസ് ഞാൻ ക്ലാസ് ഒന്നുമില്ല. ഞാനല്ല. കുഞ്ഞിട്ടൻ വൈകി വരണം. അടുത്ത കുഞ്ഞോട്ട്. അത് കഴിഞ്ഞ് ഞാൻ നിനക്ക് ജന്മം തന്നത്, നിനക്ക് ജീവൻ തന്നത്, നിനക്ക് നീ ജന്മം കൊടുത്തത്. Okay, next. ചോദിക്കും. മേൽ. അല്ല, നീ മേലാണോ? No. അയ്യേനോല ഫീമെയിൽ ട്രാൻസ്ജെൻഡർ? No. രണ്ടുമല്ലേ? രണ്ടുമല്ലേ? ഫീമെയിൽ ആണോ? Yes. Okay, known person. Yes. സെലിബ്രിറ്റി. Yes. സിനിമ. Yes. സെലിബ്രിറ്റി മലയാളം?
യെസ് അറൗണ്ട് ഹിയർ ജീവിച്ചിരിപ്പുണ്ടോ? യെസ് ഫീമെയിൽ നോ മൂവീസിലൊക്കെ ഇപ്പോഴും ആക്റ്റീവ് ആണോ? നോ ചോദിച്ചതാ. ബോളിവുഡ് അല്ല മലയാളം. ഓക്കെ മലയാളം മോർണിംഗ് അപ്പാർട്ട് ഫ്രം ആക്ടിങ് വേറെ എന്തെങ്കിലും കലയിലും കൂടെ യെസ് ഡാൻസർ ആണോ? നോ Singer? ദ്രോണി എന്താണ് പേര് ദ്രോണി. അവള് അപ്പാർട്ട് ഫ്രം ആക്ടിങ് വേറെന്താ അവൾക്കുള്ളത്? അവളാ ആ ഫീമെയിൽ അല്ലേ, ഡാൻസർ അല്ല. പക്ഷെ ഡാൻസറും അല്ല സിംഗറും അല്ല. റൈറ്റർ റൈറ്ററാ? നോ സ്പോർട്സ് സിനിമയിൽ സ്പോർട്സ്. സിനിമയിലാ ഓക്കെ യങ് ആണോ? യാ ബിലോങ്സ് ടു കേരള മോഡൽ മോഡലാ മോഡലിംഗ്. യാ ഇപ്പൊ സജീവല്ല. യെസ് ആ ഇന്ദ്രജിത്തിന്റെ ഭാര്യ പേര് പൂർണിമ. നോ ഇല്ല ഇനി ഒരേ ഒരു ചോദ്യം. 15ാമത്തെ കല്യാണം കഴിഞ്ഞാണോ? നോ നോട്ട് മാരീഡ് ഓൾസോ ശബാഷ് 5 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. മോഡലിംഗ് ഞാൻ ഓർത്തപ്പോ മോഡലിംഗ് ഡങ്ക ഡങ്ക നടന്നു മലയാളി കല്യാണം കഴിച്ചിട്ടില്ല. മോഡലിംഗ് ഇപ്പോഴും മൂവീസിലൊക്കെ മീൻസ് ആഡ് ഫിലിംസ് ഒക്കെ Movies ഇല്ലേ? ഇല്ല. അപ്പൊ ആരും കല്യാണം കഴിച്ചു പോയി. കാവ്യം വന്നു. എടി കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചു പോയി. കല്യാണം കഴിച്ചിട്ടില്ല, മൂവീസിൽ ഇപ്പൊ ഇല്ല. Sorry, അതവിടെ വീഡിയോ എടുത്തു. കിട്ടി കുഞ്ഞമ്മ കിട്ടി പ്ലീസ് എഡിറ്റിംഗ് എന്റെ കയ്യിലാണ്. നീ എങ്ങനെ നിൽക്കുന്നു അതുപോലെ ഇരിക്കും. 5 അല്ല ക്വസ്റ്റ്യൻസ് കുഞ്ഞോട്ടന്റെ തല ഉണ്ടായിരുന്നു വേറെ ഇല്ല ഞാൻ ചെയ്യാനാ. അപ്പൊ ആളിപ്പോ അഭിനയിക്കുന്നില്ല, ജീവിച്ചിരിപ്പുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. മോഡലിംഗ് ഒക്കെ ഉണ്ട്. ഇനി മോഡലിംഗ് ഇപ്പോഴും ഉണ്ടെന്നാണോ അതോ പണ്ടായിരുന്നോ? She was. അതല്ല അവളുടെ പ്രൊഫഷൻ. കേളി ഹെയർ ഇപ്പൊ നോ പേളിയാണോ പള്ളിമാണി. കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിച്ചിട്ടില്ല. കേളി ഹെയർ ഇല്ലാന്ന് പറയുമ്പോ പള്ളിമാണി ദിക്കു ഇനി ഒന്നും പോയി പറയില്ലേ. 4 ക്വസ്റ്റ്യൻസ് യങ് ആണെന്ന് പറഞ്ഞ ആ മധ്യവയസ്സ്. മധ്യവയസ്സ്. കല്യാണം കഴിച്ചാലേ രഘുവരനെ. പ്രേമലൂലെ മറ്റുള്ള പേര് മമിത പക്ഷെ അവിടെ സജീവമല്ല സിനിമയിൽ. ആ ഇപ്പൊ അഭിനയിക്കുന്നില്ല എന്നാ പറഞ്ഞത്. ആരല്ലേ അഭിനയിക്കാത്ത ആള്? എനിക്ക് ആകെ ശോഭനേനെ വന്നത്. അതൊക്കെ കല്യാണം കഴിച്ചതാ. കല്യാണം കഴിച്ചിട്ട് അവരൊക്കെ പോയി. എവരിവൺ സൈലന്റ് സീരിയസ് മോഡ് അവരൊക്കെ ഇപ്പൊ സജീവമാണ്. സജീവൻ സഞ്ജയന് ഉണ്ട്. Now she is active. ആക്റ്റീവ്. ഹർഷ എന്തോ പറയുന്നത്? Active not in cinema, but other thing. സീരിയൽ No. രാഷ്ട്രീയം ഒക്കെ എനിക്ക്. ഇത് പരസ്യം She is active. ഫുട്ബോളാ What? അതാണ് ആ മേഖല എന്താണ് അവളുടെ പ്രൊഫഷൻ? എക്സാക്ട് പ്രൊഫഷൻ എന്താണ് അവളുടെ? പറഞ്ഞേ എടി, അവള് ഷീസ് അൺമാരിഡ് ആൻഡ് ഷീസ് വെരി ആക്റ്റീവ് നൗ. സോഷ്യൽ മീഡിയ. അനീക്ക എന്തോ എന്നുള്ള പേര് അല്ല അണിയോസൊക്കെ ഇതിലുണ്ടല്ലോ സിനിമയിലുണ്ട്. പക്ഷെ സിനിമയിലല്ല. പക്ഷെ അവൾ വേറെ ഒരു ഫീൽഡിലാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അവള് ഡാൻസർ അല്ല, മ്യൂസിക് ഇല്ല, അവള് ഇൻഫ്ലുവൻസറും അല്ല. ഇൻഫ്ലുവൻസറാ? Kind of influencer also. Social media ഭയങ്കര influencer. ഭയങ്കര ചരിത്രം സൃഷ്ടിച്ചതാണ്. നിങ്ങള് രണ്ടുപേരല്ലേ? അവള് സിനിമയിൽ പോയി ആ, അത് ശരി, അവള് ഒരു കഥ. രണ്ടുപേരുണ്ടായിരുന്നു. ലക്ഷ്മി മേനൻ. ലക്ഷ്മി ഗോപാലസ്വാമി. ഓടിയോ? അവൾ ഡാൻസർ അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ പോയി ആകെ ഒറ്റ ഒരെണ്ണം. നീ ചോദിക്കുന്നതല്ലേ ചോദിച്ചിരുന്നു. അതെ അതെ, ദൈവം ചേർത്ത് പുറത്തോട്ട് പറയല്ലേ. അല്ല ചോദിക്കാൻ പറഞ്ഞതാണ് അവള് സിനിമയിലില്ല, വേറെ ഒരു ഫീൽഡ് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ്. ഷീസ് നോട്ട് മാരീഡ്. ചരിത്രം സൃഷ്ടിച്ചു. ചരിത്രം സൃഷ്ടിച്ചു. എടുത്ത ആരെങ്കിലും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഭയങ്കര വൈറലായ ആരെങ്കിലും. അവൾ ഭയങ്കര വൈറലായിരുന്നു. അവൾ ആക്ച്വലി ആ ഒരു ഫീൽഡിൽ ഭയങ്കര ഫേമസ് ആയി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത്. അതുവരെ അത് വലിയ ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു മേഖല. നമ്മൾ ഞെട്ടും പേര് അതിന് ശേഷമാണ് എല്ലാവരും പിന്നെ അതിന് ഇറങ്ങുന്നത്. സ്പിരിച്വലിനെ കുറിച്ച് ലെനയാണോ? എനിക്ക് ഏയ്, ലെന കല്യാണം കഴിച്ചു. ലെന കല്യാണം കഴിച്ചു. Oh, you should know Lena. ഇതൊക്കെ തെറ്റിയതാ. ടൈം ആ ഔട്ട് ഒരു ചെറിയ ആ ഒരു പ്രൊഫഷൻ നിങ്ങളിലും ഉണ്ട്. ടീച്ചിങ്. നോ, അതല്ലാണ്ട് നിങ്ങളൊരു ചെറിയ ഒരു പാർട്ട് ടൈം മാതിരിയൊക്കെ ചെയ്യാറുണ്ട്. റീൽസ്. നിങ്ങൾ സ്കൂളിലൊക്കെ റീൽസും ചെയ്ത് നടക്കാം. അതും ചെയ്യാറുണ്ട്. അത് വേറെ. പിന്നെ അല്ലാതെ കൗൺസിലിംഗ്. നിങ്ങൾ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു.
രഞ്ജിനി ഹോളിഡാസ്. അവർക്ക് ശേഷമാണ് ആങ്കറിംഗ് എന്ന സംഭവം വളരെ സംഭവമായത് ഗൈസ്. സിനിമയിൽ അഭിനയിച്ചില്ല ചോട്ടാ മുംബൈ. ഷീ ആക്ടഡ് ഇൻ ദാറ്റ് ചൈനടൗൺ. രഞ്ജിനി ഹരിദാസ്, ഇറ്റ്സ് യു. അച്ഛന്റെ ബാക്കിലെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കേ, ഞാനാണ് പറഞ്ഞത്. കം ഓൺ. ഓക്കേ ഗൈസ്, അടുത്തൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ ബൈ. ഇനിയില്ല, എനിക്ക് ഒരു കാര്യം പറയട്ടെ, സോറി ഇതിനകത്ത് തെണ്ടി എടുക്കണം 4 സീറ്റൊക്കെ. ഓക്കേ 3 2 ഇട്. ഇവിടെ എന്താ അത്ര ഉണ്ടല്ലോ, അതാർക്കാ അപ്പം? ഒരു കളർ മാറ്റി. നിക്ക് ഒരു മിനിറ്റ് എല്ലാവരും ഇട്ട്. ഇതൊക്കെ മാറ്റി വെച്ചു. ഇങ്ങനത്തെ സ്ക്വയർ വേണ്ട, സ്ക്വയർ മതി, ഇനി തുറക്കണ്ട. ഒരു കളറ് പോയി. ഓ, കളേഴ്സ് ആണോ വെച്ചിരിക്കുന്നത്? എവിടുന്ന് എങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? നോക്കാൻ പാടില്ല, ചീറ്റ്. അതെങ്ങനെ ഞാൻ നോക്കണം? അമ്മയല്ലേ അവിടെ? സെറ്റ്, എന്റെ എല്ലാം സെറ്റ്. നിങ്ങൾ രണ്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത് അമ്മ പറഞ്ഞു. വെയിറ്റ് ചെയ്യ്, കുഞ്ഞമ്മ പറഞ്ഞു. കുഞ്ഞമ്മ ഇരുട്ടത്ത് പോയിരിക്കുന്നു. എവിടെയാണ്? നീ ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ കിടന്നോ, കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഇത്ര സമയം ഒരുപാട് ലേറ്റ് ആയി. നെക്സ്റ്റ് നീ വലുതായിട്ടുണ്ടോ, അപ്പൊ നിനക്ക് ഇരിക്കാം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അതൊരു 2018 ഇവരാണെങ്കിൽ ചെന്ന് കയറിയാൽ തന്നെ ഹാൾ, പിന്നെ 3 ബെഡ്റൂംസ്. അത് അപ്പൊ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ ടേബിൾ. ഞാൻ അതിന്റെ മേളിൽ